നമസ്കാരം. ടാറ്റ മൈൻഡ് 360യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകകപ്പിൽ അർജന്റീനയുടെ സാധ്യതയെ സംബന്ധിച്ചുള്ള വിശകലനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഈ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് അർജന്റീന ഇറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മെസ്സിയും കൂട്ടരും ഏത് തരത്തിൽ പെർഫോം ചെയ്യും എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് നാം നടത്തുന്നത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് അർജന്റീന. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ഈ ലോകകപ്പ് നേടുക എന്നത് അവരുടെ ജീവൻ മരണ പോരാട്ടമായി അവർ കണക്കാക്കുകയാണ്. അർജന്റീന ഈ ലോകകപ്പിലെ ഫേവറേറ്റുകളൊന്നായി കണക്കാക്കപ്പെടുന്ന ടീം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് മേൽ സമ്മർദ്ദമേറെയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. മെസ്സിയുടെ നായകത്വത്തിൽ തുടർച്ചയായ രണ്ടാം ലോകകപ്പ് എന്നതാണ് അർജന്റീന ലക്ഷ്യമിടുന്നത്. അതിനുള്ള പ്രയത്നം തന്നെയാണ് അർജന്റീന നടത്തുകയും ചെയ്യുന്നത്. നിലവിലുള്ള ചാമ്പ്യന്മാരാണ് അർജന്റീന. നിലവിൽ ലോക 1-ാം നമ്പർ ടീമും അർജന്റീനയാണ്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് ഒട്ടനവധി നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ നേടാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജന്റീന ഫേവറേറ്റുകളിൽ ഒന്നായി ഈ ലോകകപ്പിലും സ്ഥാനം പിടിച്ചിരിക്കുന്നത്. തുടർച്ചയായി 2 ലോകകപ്പ് എന്ന നേട്ടം കൈവരിച്ച രാജ്യം ബ്രസീലാണ്. 1962 ബ്രസീൽ ആ നേട്ടം കൈവരിച്ചത്. 64 വർഷത്തിന് ശേഷം അർജന്റീന ആ ബ്രസീലിന്റെ ആ നേട്ടത്തിനൊപ്പം എത്താനുള്ള പരിശ്രമത്തിലാണ് ഉള്ളത്. ഈ ലോകകപ്പ് നേടിയാൽ ബ്രസീലിന്റെ ആ നേട്ടത്തിനൊപ്പം എത്താൻ അർജന്റീനയ്ക്ക് കഴിയുകയും ചെയ്യും. ഇപ്പോഴത്തെ നിലയിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അർജന്റീനയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ കഴിയും എന്നാണ് ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 4 ലോകകപ്പുകളിൽ 3ലും ലോക ചാമ്പ്യന്മാർ ആദ്യ റൗണ്ടിൽ തന്നെ കാലിടറി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. 2010, 2014, 2018 ഈ ലോകകപ്പുകളിൽ മുൻ ചാമ്പ്യന്മാർക്ക് കാലിടറി വീണ ചരിത്രമാണ് അർജന്റീനയെ ഭയപ്പെടുത്തുന്ന ഒരു ചരിത്രമായി നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോകകപ്പ് മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ തന്നെ സൗദി അറേബ്യയോട് പരാജയപ്പെട്ട ചരിത്രം കൂടി അർജന്റീനയ്ക്കുണ്ട്. അതുകൊണ്ട് അർജന്റീനയുടെ വഴി പൂർണ്ണമായും എളുപ്പമാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിലും പൂർണ്ണമായും പറയാൻ കഴിയുകയില്ല. ആദ്യ മത്സരത്തിൽ തന്നെ 39-കാരനായ മെസ്സി ഒരു റെക്കോർഡിലേക്ക് നീങ്ങുന്നുണ്ട്. കൂടുതൽ ലോകകപ്പുകൾ കളിച്ച താരമെന്ന റെക്കോർഡിലേക്കാണ് മെസ്സി കടന്നു ചെല്ലുന്നത്. 6 ലോകകപ്പുകളാണ് മെസ്സി പൂർത്തിയാക്കാൻ പോകുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതിന് തൊട്ടുപിറകെ മെസ്സിക്ക് പിറകെ വരുന്നുണ്ട്. റൊണാൾഡോയും 6 ലോകകപ്പുകൾ കളിക്കാൻ പോകുന്ന താരമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി ഈ റെക്കോർഡിനൊപ്പം, മെസ്സിയുടെ റെക്കോർഡിനൊപ്പം എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയും. അതോടൊപ്പം തന്നെ 200-ാമത്തെ മത്സരമാണ് മെസ്സിയെ സംബന്ധിച്ച് അൾജീരിയക്കെതിരായ മത്സരം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അർജന്റീൻ ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നായി ആദ്യ മത്സരത്തിൽ തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ കിരീടം നേടിയ ടീമിലെ 17 പേരെ നിലനിർത്തിക്കൊണ്ടാണ് അർജന്റീന ഇത്തവണ ലോകകപ്പിന് എത്തിയിരിക്കുന്നത് എന്നതാണ് പ്രത്യേകത. മുന്നേറ്റ നിരയുടെ കുന്തവന സ്വാഭാവികമായി മെസ്സിയാണ്. ജൂലിയൻ അൽവാരസ്, ലൌട്ടാറോ മാർട്ടിനസ്, തിയാഗോ അൽമാഡ, യുവതാരം നിക്കോപാസ് എന്നിവരും മുൻനിരയിൽ മെസ്സിക്കൊപ്പം കളിക്കാനുണ്ടാകും. പാരഡസ്, എൻസോ ഫെർണാണ്ടസ്, ഡീപോൾ, മക്കലിസ്റ്റർ, ബാർക്കോ, ലോപ്പസ് തുടങ്ങിയവരുടെ സാന്നിധ്യമാകും മധ്യനിരയിൽ അർജന്റീനയ്ക്ക് കരുത്തേവുക. ഒട്ടമെന്റി, ക്രിസ്റ്റ്യൻ റൊമേറോ, മൊളീനോ, ഗോൺസാലോ, മോൺട്രിയൽ, ലിസാൻഡോ മാർട്ടിനസ് എന്നിവർ പ്രതിരോധ നിരയിലും അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാനുണ്ടാകും. സൂപ്പർ ഗോളി എമിലിയാനോ മാർട്ടിനസ് ഗോൾവല കാക്കാൻ ഉണ്ടാകും എന്നതാണ് അർജന്റീനയ്ക്ക് ആശ്വാസമേകുന്ന മറ്റൊരു കാര്യം. ഈ നിലയിൽ ലോകകപ്പിലെ മികച്ച ടീമുകളിൽ ഒന്നാണ് അർജന്റീന. കടലാസിൽ മാത്രമല്ല കളിക്കളത്തിലും ആ പെരുമ നിലനിർത്താനാകും അർജന്റീന ആദ്യ മത്സരത്തിൽ തന്നെ ശ്രമിക്കുക. അൾജീരിയയെ നമുക്ക് പൂർണ്ണമായും എഴുതിത്തള്ളാൻ കഴിയുകയില്ല. തീർച്ചയായും അവർക്ക് ഒരു സമനില പോലും അവരെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമായി മാറും. അതുകൊണ്ട് തന്നെ അൾജീരിയ അർജന്റീനയെ പിടിച്ചുകെട്ടാനുള്ള എല്ലാ ശ്രമവും നടത്തും എന്നും ഉറപ്പാണ്. ആ ശ്രമങ്ങളെ മെസ്സിയും കൂട്ടരും എങ്ങനെ അതിജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ ഫലം വരുന്നത്. ഈ ഫലം സ്വാഭാവികമായും അർജന്റീനയുടെ മുന്നോട്ട് പോക്കിനെ കൂടി സ്വാധീനിക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ട് തന്നെ ലോകം അർജന്റീനയുടെ ആദ്യ മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.